രാഹുൽ ഗാന്ധി ജൻസിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയായിരുന്നു. കാരണം മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ സംഭവിച്ച പോലെ, നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിലൊക്കെ സംഭവിച്ച പോലെ ജൻസി ഇന്ത്യയുടെ തെരുവിലൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെയുള്ള ആഹ്വാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പലപ്പോഴും വോട്ട് ചോറി പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് ജൻസിയെ ഇങ്ങനെ റെഫർ ചെയ്യുമായിരുന്നു. എന്തായാലും ഇന്ത്യയിലെ ജൻസി നരേന്ദ്രമോദിക്കൊപ്പം ദേശീയതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബഹുഭൂരിപക്ഷവും വരുന്ന ചെറുപ്പക്കാർ BJPയുടെയും ദേശീയ അജണ്ടകളുടെയും പിന്നിലാണ് നിൽക്കുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ബീഹാറിൽ നിന്ന് കണ്ടിരിക്കുന്നത്. യങ് വോട്ടേഴ്സിൻ്റെ വലിയൊരു പിന്തുണയോടുകൂടി തന്നെയാണ് BJP JDU സർക്കാർ ബീഹാറിൽ ജയിച്ചിരിക്കുന്നത്. അതിലേറ്റവും തിളക്കം എന്നൊക്കെ പറയുന്നത് മൈഥിലി താക്കൂർ എന്ന് പറയുന്ന സുപ്രസിദ്ധ ഗായികയുടെ വിജയമാണ്. അലിനഗറിൽ ഗംഭീര വിജയമാണ്. വെറും 25 വയസ്സ് മാത്രമുള്ള ആ ഒരു പെൺകുട്ടി സ്വന്തമാക്കിയത്. അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെറ്ററൻ പൊളിറ്റീഷ്യൻ എന്നൊക്കെ പറയുന്ന വിനോദ് മിശ്ര RJDയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ 11,000-ലധികം വോട്ടുകൾക്കാണ് മൈഥിലി താക്കൂർ പരാജയപ്പെടുത്തിയത്. കന്നി അംഗത്തിൽ തന്നെ തിളക്കമാർന്ന വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അത് ജൻസിയുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം യഥാർത്ഥ ജൻസി എന്ന് പറയുന്നത് ഇത്തരം ആളുകളാണ്. കാരണം മൈഥിലി താക്കൂർ എന്ന് പറഞ്ഞാൽ യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവിടെ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വിശ്വാസം അർപ്പിച്ച് അവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി മികച്ച വിജയം തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ്. മൈഥിലിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, സുപ്രസിദ്ധ ഗായികയാണ്. ഭോജ്പുരി, അവധി, മഗഹി, അതുകൂടാതെ ഹിന്ദി, എല്ലാ ഭാഷകളിലും അല്ലെങ്കിൽ ഇത്തരം വകഭേദങ്ങളിലൊക്കെ ഫോക്ക് സോങ്സ് ഒക്കെ പാടുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സെൻസേഷനാണ്. മുമ്പ് ഇന്ത്യൻ ഐഡലിലും അതുകൂടാതെ സരേഗാമാപ്പായിലൊക്കെ പോയിരുന്നെങ്കിലും അതൊന്നും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് വേറൊരു പ്രൊഫൈലിലേക്ക് മൈഥിലി എത്തിയിരിക്കണം. ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള MLA ആണ് മൈഥിലി താക്കൂർ. മൈഥിലിയുടെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഹൃദയഹാരിയായുള്ള പാട്ടുകളാണ്, പ്രത്യേകിച്ച് ഫോക്സ്, ഭജൻ സോങ്സ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന വളരെ പോപ്പുലറായുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു യുവതയുടെ പ്രതീകമെന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് BJP അവിടെ നിർത്തി വിജയിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത്. കാരണം എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പം ജൻസി കുറിച്ച് ഇനി ആരും അധികം സ്വപ്നം കാണണ്ട. ജൻസി ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം ഉറച്ച് നിൽക്കുകയാണ്.